തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ശരിയാ വീട്ടുവേലക്കാരി ആകുമ്പോഴേ നമുക്ക് എന്ത് പണി വേണമെങ്കിലും ചെയ്യിപ്പിക്കാലോ അല്ലേ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. നന്ദിനി നാട്ടിൻപുറത്ത് ജനിച്ചുകൊണ്ട് നന്ദിനിക്ക് ഇതൊന്നും നന്നായിട്ട് അറിയില്ല. അപ്പോ എന്തു വേണം? ആരെങ്കിലും ഒരാൾ അതൊന്നും കാണിച്ചു കൊടുക്കട്ടെ. അയാളത് നോക്കി പഠിക്കട്ടെ. നന്ദിനി, താൻ എഴുന്നേറ്റ്. അല്ല സർ, എഴുന്നേക്കാനാ പറഞ്ഞത്. അളിയൻ അവിടെ ഞാൻ പറയാം. എഴുന്നേക്ക്, മാറി. ഒരു ജോലി ചെയ്യുമ്പോ ആദ്യം അതിനെക്കുറിച്ച് അറിയുന്നവര് ചെയ്യുന്നത് നോക്കി നിന്ന് പഠിക്കണം. മനസ്സിലായോ? അളിയ ചെയ്യാൻ പോവാണ്. അളിയ, എന്റെ ചേച്ചി ആഗ്രഹിച്ചല്ലേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് നീ ചെയ്യണ്ട, അവള് ചെയ്തോളൂ. ആരാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാണാം കേട്ടാ. അളിയ, എഴുന്നേറ്റ്. നേരത്തെ ഇരിക്കാൻ പറഞ്ഞു. നേരത്തെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റു. ഇപ്പൊ എണീക്കണോ? കള്ളൻ, അങ്ങോട്ട് മാറിക്ക്. നന്ദിനി, താനും കൂടി ഇരിക്കും. തന്നോട് ഇവിടെ ഇരിക്കാനാ ഞാൻ പറഞ്ഞ. അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കണം. കാലെടുക്ക്. എടുക്കാനല്ലേ പറഞ്ഞ? ഇനി നന്ദിനി ഇരുന്ന സ്ഥാനത്തെ ചേച്ചി വന്നിരുന്നേ. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? നന്ദിനി എവിടെയാണോ ഇരുന്നത് അവിടെ പോയിരിക്കാൻ. എനിക്കൊന്നും പറ്റില്ല. പറ്റും. നന്ദിനിക്ക് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ചേച്ചിക്കും ഇരിക്കാൻ സാധിക്കും. ഇനി ഇരിക്കാൻ തയ്യാറല്ലെങ്കിൽ തല്ലി ചതച്ചിട്ടായാലും ഞാൻ കൊണ്ടുവന്ന് ഇരുത്തും. ഇരിക്കാൻ പറഞ്ഞില്ലേ? അവിടെ വന്നിരിക്കും. വേണ്ടളിയ, മര്യാദയ്ക്ക് വായ അടച്ചു വെച്ചില്ലെങ്കിൽ ആദ്യത്തെ അടി വീഴുന്ന അളിയനായിരിക്കും. എന്നാ പിന്നെ ഞാൻ മിണ്ടുന്നില്ല. അളിയൻ പറഞ്ഞാ ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇന്ദ്രജയെ അനുസരിച്ചോ. നന്ദിനി, ആ കാലെടുത്ത് വെള്ളത്തിലേക്ക് വെക്കേ. വെക്കാല്ലോ പറഞ്ഞ. എന്താ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കവിടെ. ഇരിക്കാൻ. അങ്ങനെ. എന്നിട്ടേ എങ്ങനെയാ പെഡിക്യൂർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നന്ദനിക്കൊന്ന് കാണിച്ചു കൊടുത്തേ. അയ്യോ സർ, വേണ്ട സർ, ഞാൻ പറയുന്ന കേക്ക്. നന്ദിനി, ഇത് ഞാനായിട്ട് തുടങ്ങി വെച്ചതല്ല. ഇവര് തുടങ്ങി വെച്ചത് ഞാനായിട്ട് ഫിനിഷ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അയ്യോ, ചേച്ചിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നന്ദിനിയുടെ കാല് വരച്ച് വൃത്തിയാക്കാനാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞതങ്ങ് ചെയ്യേ. എന്റെ ഭാര്യയെ കൊണ്ട് ചേച്ചിക്ക് അത് ചെയ്യിപ്പിക്കാമെങ്കിൽ ചേച്ചിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. ഞാൻ 3 വരെ എണ്ണുവേ. അതിനുള്ളിൽ പണി തുടങ്ങിയില്ലെങ്കിൽ ആദ്യത്തെ അടി വീഴും. അത് ഏത് ലെവലിലായിരിക്കും പറയാൻ പറ്റില്ല. 1
വാങ്ങ് 2 ഇന്ദ്രജയ് വാങ്ങ് 3 ആ